പ്രിയപ്പെട്ടവരെ, ട്രൂത്ത് ട്രാക്ക് ചാനലിലെ ജാഗ്രത എന്ന സംപ്രേഷണ പരിപാടിയുടെ 22ാം എപ്പിസോഡിലേക്ക് നമ്മൾ കിടക്കുകയാണ്. 2 ദിവസത്തെ ബ്രേക്ക് വന്നു. അല്പം ശാരീരിക അസ്വസ്ഥത ഉണ്ടായിരുന്നതുകൊണ്ട് ഇടയ്ക്ക് റെക്കോർഡിങ് നടന്നില്ല. അപ്പോൾ നമ്മൾ 2-3 എപ്പിസോഡുകൾക്ക് മുമ്പ് ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ വിശ്വാസ തകർച്ച അഥവാ വിശ്വാസ വഞ്ചന എന്നീ കുറേ കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി. നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി തലത്തിൽ നടന്ന സംഭവങ്ങളാണ്. അപ്പോൾ വീണ്ടും ഒരു സംഭവം വന്നിരിക്കുന്നത് കൊണ്ട് എടുത്ത് പറയാതിരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. കേരള യൂണിവേഴ്സിറ്റിയിലെ 3ാം സെമസ്റ്റർ MBA വിദ്യാർത്ഥികൾ അവരുടെ ഫൈനാൻസിൻ്റെ പേപ്പർ 71 കുട്ടികൾ ആ പരീക്ഷ എഴുതി. വിവിധ കോളേജുകളിൽ നിന്നായിരിക്കും അവർ പരീക്ഷ എഴുതി. ആ പരീക്ഷാ പേപ്പർ മൂല്യനിർണ്ണയത്തിനായിട്ട് ഏൽപ്പിച്ചത് ഒരു പാർട്ട് ടൈം ഫാക്കൽറ്റിയാണ്. ആലോചിച്ച് നോക്കുക, കേരള യൂണിവേഴ്സിറ്റിയിൽ MBA പോലെ വളരെ ഉന്നതമായ ഒരു പരീക്ഷയുടെ പേപ്പർ വാലിയാൻ ഏൽപ്പിക്കുക ഒരു പാർട്ട് ടൈം ജീവനക്കാരനെ എന്ന് പറയുമ്പോൾ അതിൽ ആ കിടുകാര്യസ്ഥതയുടെ അളവ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെ ഒരു പരീക്ഷാ കൺട്രോളറുണ്ട്, രജിസ്ട്രാർമാരുണ്ട്, അതിലൊരുപാട് മറ്റ് ജീവനക്കാരുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇത്രയും കോളേജുകളിൽ, ഇവിടുത്തെ കോളേജുകളിൽ, സർക്കാർ കോളേജുകളിലാണെങ്കിലും അല്ലാതെയുള്ള സ്വകാര്യ കോളേജുകളിലൊക്കെ ആയിട്ട് ധാരാളം സാമ്പത്തിക വിദഗ്ധന്മാരുണ്ട്. അല്ലെങ്കിൽ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വേണമെങ്കിൽ അവരുടെ സേവനം കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കെ ഒരു പാർട്ട് ടൈം ജീവനക്കാരനെ വെച്ച് ഈ പേപ്പർ വാരി ചെയ്യാനായിട്ട് തീരുമാനിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയോ നിഗൂഢതകൾ നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. ഇത്ര ലാഘവത്തോടെ ഒരു പരീക്ഷ MBA ഫൈനാൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും കേരള ബാങ്കിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസറാകാനുള്ള യോഗ്യതയ്ക്കുള്ള പരീക്ഷയാണ്. ആ കുട്ടികൾ പരീക്ഷ എഴുതി ഇപ്പോൾ പേപ്പർ കാണുന്നില്ല. 71 പേപ്പർ കാണുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പരീക്ഷാ പേപ്പർ കൈപ്പറ്റി കൊണ്ടുപോയ അധ്യാപകൻ അതെത്ര ഉദാസീനമായിട്ട് കൈകാര്യം ചെയ്തു, അതെത്ര ഉദാസീനമായിട്ട് ആ ഒരു കലാശാല സംവിധാനത്തിൽ കൈകാര്യം ചെയ്യപ്പെട്ടു എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. നമ്മുടെ ചെറുപ്പക്കാർ എങ്ങനെയാണ് ഈ കലാശാലകളെ വിശ്വസിക്കുക? ആ പേപ്പർ കാണുന്നില്ലെന്നാണ് പറയുന്നത്. അതായത് നമുക്ക് ചില കഷ്ടങ്ങൾക്ക് സർക്കാർ അല്ലെങ്കിൽ അധികാരികൾ ഉത്തരവാദികളല്ലാത്ത സാഹചര്യങ്ങളുണ്ട്. ഒന്ന് ഈ ആക്ട് ഓഫ് വാർ, ആക്ട് ഓഫ് പബ്ലിക് എനിമി, അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് ഏതെങ്കിലും കലാമിറ്റീസ്, ഭൂകമ്പങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ചിലപ്പോൾ കഷ്ടങ്ങളുണ്ടാകും. അങ്ങനെ നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാനായിട്ട് അധികാരികൾക്ക് സാധിക്കാതെ വരും. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളാണ് നമ്മൾ നിയമത്തിൽ ഇത് കേട്ടിട്ടുള്ളത്. വളരെ ലാഘവത്തോടുകൂടി ഈ സിൻഡിക്കേറ്റും സെനറ്റും അതിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും അവിടെ തീരുമാനിച്ചു ഈ കുട്ടികൾ 71 പേരും വീണ്ടും പരീക്ഷ എഴുതണം. ഒരു തെറ്റും ചെയ്യാത്ത ആ കുട്ടികൾ വീണ്ടും പരീക്ഷ എഴുതണം എന്ന് ഇവരെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആ പരീക്ഷയ്ക്കുള്ള തീയതി നിശ്ചയിച്ചു കഴിഞ്ഞു. നമുക്കറിയാം 71 പേരെന്ന് പറയുമ്പോൾ 71 വിദ്യാർത്ഥികളെന്ന് പറയുമ്പോൾ 71 കുടുംബമാണ്. അവിടുത്തെ മാതാപിതാക്കൾ, ഇവരുടെ മാതാപിതാക്കൾ ഒക്കെ ഉണർന്നിരുന്ന് ഉറക്കം ഉടച്ച് ഇവരുടെ ഈ പരീക്ഷയ്ക്ക് വേണ്ടി കുട്ടികളെ തയ്യാറാക്കിയിരുന്നു. അവരിത് ഒരു ഇടുത്തി പോലെ അവരുടെ മേലിലേക്ക് വേണ്ടി അവരോട് ചോദിക്കുക പോലും ചെയ്യാതെ മറ്റാരും അവരുടേതായ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ ഉദാസീനത മൂലം കെടുകാര്യസ്ഥം പോലെ സംഭവിച്ച ഒരു പ്രശ്നത്തിന് ബലിയാടായി തീരുകയാണ് ഈ 71 പേരും. ഇത് വളരെ വിചിത്രമായൊരു സംഭവമാണ്. ഇതിനു മുമ്പ് ഞാൻ നമ്മളൊരിക്കൽ പറയുണ്ടായി, കേരള യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റൻറ്റ് ഗ്രേഡ് എക്സാമിനേഷനിലെ OMR ഷീറ്റുകൾ ഹൈദരാബാദിലേക്ക് അയച്ചു. അത് തിരിച്ചു കൊണ്ടൊന്നും കാണുന്നില്ല എന്ന് പറയുന്നു. 71 സർവകലാശാല ആൻസർ ഷീറ്റുകൾ എന്ന് പറയുമ്പോൾ ഓരോ ഷീറ്റിലും കുറഞ്ഞത് ഒരു 4 ഷീറ്റ് അല്ലെങ്കിൽ 6 ഷീറ്റ് എങ്കിലും ഉണ്ടെങ്കിൽ ഏതാണ്ട് 400, 450, 500ഓളം പേജുകളുള്ള ഒരു കെട്ടാണിത്. അത് അതിൻ്റെ സൈസ് എനിക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയുന്നില്ല. വലിയ ആൻസർ ഷീറ്റുകൾ നമുക്കറിയാം, യൂണിവേഴ്സിറ്റിയുടെ ഇത് പ്രിൻ്റ് ചെയ്ത് എംബ്ലമൊക്കെ ചെയ്തിട്ടുള്ള ആൻസർ ഷീറ്റുകൾ, നമ്പറിട്ട ഷീറ്റുകളാണ്. അതൊരു കെട്ടായിട്ട് അവിടുന്ന് കൊടുത്തു. മൂല്യനിർണ്ണയത്തിന് കൊണ്ടുപോയ ആളിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. വേണ്ട 1 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തി കണ്ടുപിടിച്ചിരിക്കുന്നത്. നഷ്ടപ്പെട്ടു പോയി. വാസ്തവത്തിൽ ക്രിമിനൽ കുറ്റമായിട്ട് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കേണ്ട കാര്യമാണ്. കാരണം ഈ പേപ്പർ ആരുടെ കയ്യിൽ പോയി, എങ്ങനെ നഷ്ടപ്പെട്ടു എന്നുള്ളതിന് അറിയണം. കാരണം ഇതിനകത്തൊരു ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ട്. ഈ പേപ്പർ ഏതെങ്കിലും തൽപര കക്ഷികൾ ഇയാളിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുപോയോ, അല്ലെങ്കിൽ മാർക്ക് തിരുത്താൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ പേപ്പർ മാറ്റി വെക്കാൻ വേണ്ടിയിട്ടോ കൊണ്ടുപോയോ എന്നൊക്കെ നമ്മൾ സംശയിക്കണം. കാരണം ഇതിനു മുമ്പ് യൂണിവേഴ്സിറ്റി ആൻസർ ഷീറ്റുകൾ ഏതാനും വിദ്യാർത്ഥി നേതാക്കളുടെ മുറിയിൽ നിന്ന് കണ്ടെടുക്കുകയുണ്ടായ ഒരു സംഭവം നമ്മൾ കുറച്ച് വാർത്തകളിൽ വായിക്കുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെ വളരെ മോശമായ നിലയിൽ കാര്യങ്ങൾ നടത്തുക. എൻ്റെ ഒരു അനുമാനം ഞാൻ പറയുകയാണ്, ഈ അധ്യാപകൻ ഈ പേപ്പറുമായിട്ട് പോയ വഴിക്ക് അത് കപ്പലണ്ടി കച്ചവടക്കാരൻ്റെ കൊടുത്തിട്ട് അയാൾ കപ്പലണ്ടി വാങ്ങിച്ച് തിന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. അല്ലെങ്കിൽ ഒരു ആക്രിക്കട കൊണ്ടുപോയി കൊടുത്തിട്ട് അയാൾ കിട്ടിയ പൈസ വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുപോയി. ഇല്ലെങ്കിൽ അയാളെ ആരെങ്കിലും തോക്ക് ചൂണ്ടി ഈ പേപ്പർ കൊണ്ടുപോയി അത് റീപ്ലേസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനകത്ത് തിരുത്തൽ വരുത്താനോ ചെയ്തു പറയാം. യാതൊരു വിധത്തില്ലാതെ ഒരു അസുഖം ബാധിക്കാതെ, ഒരു അപകടത്തിന് പെടാതെ ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് ഏതാണ്ട് 71 ആൻസർ ഷീറ്റുകൾ, യൂണിവേഴ്സിറ്റി ആൻസർ ഷീറ്റുകൾ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. ഇനി അയാൾ ബസ്സെ വെച്ച് മറന്നു പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഓട്ടോയെ വെച്ച് മറന്നു പോയി കഴിഞ്ഞാലും
സാമാന്യം വായിക്കാൻ അറിയാവുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാകും. ഇത് യൂണിവേഴ്സിറ്റിയിലെ പിന്നെ പരീക്ഷാ പേപ്പറുകളാണ്. അവരാരെങ്കിലും പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളെ കണ്ട് അത് തിരിച്ചേൽപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു യൂണിവേഴ്സിറ്റിയുടെ നമുക്കൊരു വിശ്വാസ്യത. ആരാണ് ഈ യൂണിവേഴ്സിറ്റി ഭരിക്കുന്നത്? അവിടെ ഒരു സിൻഡിക്കേറ്റുണ്ട്, സെനറ്റുണ്ട്. അതൊക്കെ വ്യക്തമായ രാഷ്ട്രീയ താല്പര്യങ്ങളോടുകൂടി നയിക്കപ്പെടുന്ന സംവിധാനമായി മാറിയിരിക്കുകയാണ്. അധ്യാപകരെ ഓടിച്ചു വിടുക, വൈസ് ചാൻസലറെ അവിടെ കയറ്റാതിരിക്കുക, വൈസ് ചാൻസലർക്കും ചാൻസലർക്കും എതിരായിട്ട് തോരണങ്ങൾ വെക്കുക, പന്തൽ കെട്ടുക. അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്തൊക്കെയോ നമ്മളൊരു നാടകം, ഒരു അപ്സൈഡ് ഡ്രാമ എന്ന് പറയാം എന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇതിനെ നിയന്ത്രിക്കാനായിട്ട് ഇവിടെ സർക്കാരിന് തയ്യാറല്ല. സർക്കാരിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പോലും ഇതിനൊക്കെ അതിൻ്റെ സമ്മതം മുഴുവനാണ്. അതൊക്കെ പിള്ളേരുടെ ഒരു കുസൃതിയാണ്. അതൊക്കെ ഈ പ്രായത്തിൽ പിള്ളേർക്ക് അങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് ഇവർ കണ്ടെത്തുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കും, ഇവിടെ നമ്മൾ ചിന്തിക്കണം, ഈ യൂണിവേഴ്സിറ്റിയുടെ വിശ്വാസ്യതകൾ പോരാത്തതുകൊണ്ടും ഇതിനെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം നിർവഹിക്കാൻ ഇതിന് കഴിയാത്തത് കൊണ്ടുമാണ് ഇപ്പോൾ സ്വകാര്യ യൂണിവേഴ്സിറ്റി ബില്ല് കേരള സംസ്ഥാന നിയമസഭ പാസ്സാക്കിയിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു സ്വകാര്യ കോളേജ് ഇവിടെ അനുവദിക്കുന്നതിനെതിരായിട്ട് വർഷങ്ങളോളം ഇവിടെ സമരം നടന്നു. സ്വകാര്യ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞ് വലിയ ബഹളമുണ്ടായി. അതിൻ്റെ കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കർണാടകത്തിലും തമിഴ്നാട്ടിലുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിൽ അതിൻ്റെ ഏജൻറ്റുമാർ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക്, നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം കൊടുത്ത് അങ്ങനെയുള്ള ഇവിടെ സ്ഥാപനങ്ങൾ തുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഏർപ്പാടും ചെയ്തു. ഇവിടുന്ന് നൂറുകണക്കിന് ആയിരക്കണക്കിന് കുട്ടികൾ എഞ്ചിനീയറിങ്ങിലും മറ്റ് പ്രൊഫഷണൽ കോളേജുകളിലും പഠിക്കാനായിട്ട്, നഴ്സിംഗ് തുടങ്ങി അല്ലെങ്കിൽ പാരാമെഡിക്കൽ ഈ കോഴ്സുകളിലൊക്കെ ചേരാൻ വേണ്ടിയിട്ട് കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്ക് ഇവിടുന്ന് പോവുകയുണ്ടായി. എന്തുമാത്രം പണം നമ്മുടെ കേരളത്തിൻ്റെ പണം എന്തുമാത്രം അവിടെ പുറത്തേക്ക് പോയി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതുപോലെ ഒരു രാഷ്ട്രീയമായ ഒരു അരാജകത്വം, അത് ഇടത് വലതെന്നില്ല, എല്ലാവരും ഇതിനകത്ത് പണം വാങ്ങിക്കുന്നവരാണ്. കുട്ടികളുടെ താല്പര്യം, വിദ്യാർത്ഥികളുടെ താല്പര്യം മാനിക്കാതെ കച്ചവടം നടത്താനായിട്ടും കച്ചവടത്തിലെ ഒരു ഉപകരണമായിട്ട് അല്ലെങ്കിൽ ഒരു ഫാക്ടർ, കച്ചവടത്തിൽ ഒരു കച്ചവട ചരക്കായിട്ടാണ് വിദ്യാർത്ഥികളെ കാണുക. അവരെ വിളിച്ചു കൊണ്ടിരുന്നു, ആകർഷിക്കുന്നു, അവരെ ഏതെങ്കിലും കോഴ്സിന് ചേർക്കുന്നു, അവരുടെ കയ്യിലുണ്ടാകുന്ന പണം മുഴുവൻ അടിച്ചു മാറ്റുന്നു, എന്നിട്ട് അവരെ റോഡിൽ തള്ളുക. അവരെവിടെ പോയി എന്ത് ചെയ്തു, ജീവിച്ചു, ചത്തോ, ആത്മഹത്യ ചെയ്യോ ഒന്നും ഇവർക്കാർക്കും അറിയേണ്ട കാര്യമില്ല. അപ്പോൾ ഇതുപോലെയുള്ള ഒരു സംവിധാനം ഒരു സംസ്ഥാനത്ത് നിലനിൽക്കണോ, ഇതിനൊരു മാറ്റം വരുത്തണമെന്നോ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. ഞങ്ങൾ വോട്ട് ചെയ്തു, വീട്ടിരിക്കുന്നു, നമുക്കിതിനകത്തൊന്നും യാതൊരു പങ്കുമില്ല. കുറേ രാഷ്ട്രീയക്കാരും കുറേ ഉദ്യോഗസ്ഥന്മാരും കൂടി കാര്യങ്ങളൊക്കെ നടത്തുകയും ചെയ്യും. അത് നമ്മുടെ തലയിലോട്ട് കെട്ടിവെക്കുകയാണ്. ജനങ്ങളൊരുമാതിരി പൊട്ടന്മാരായിട്ട്, കൊഞ്ഞാണന്മാരായിട്ട് മാറുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് ജനാധിപത്യം നശിച്ചു. അതിലേറ്റവും അതിനനുഭവിക്കുന്ന ദുരിതം അനുഭവിക്കുന്ന വിദ്യാർത്ഥികളാണ്. പ്രായമായവരും രാഷ്ട്രീയ നേതാക്കന്മാരും സർക്കാരും കൂടി കുട്ടികളെ ബലിയാടാക്കുന്ന ഒരു സമ്പ്രദായം. ഇത് തീർച്ചയായിട്ടും മാറിയേ പറ്റൂ. ഇത് ഞാനൊക്കെ ശ്രമിക്കുന്ന ഓരോ മനുഷ്യത്വം നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ഓരോ മനുഷ്യനും ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവത്തിൽ എനിക്കൊന്നും അറിഞ്ഞുകൂടാന്ന് പറഞ്ഞാൽ നമ്മൾ വെറും പൊട്ടന്മാരെന്നില്ല. ഞാൻ പൊട്ടന്മാരായിട്ട് ജീവിക്കുന്നതിൻ്റെ അർത്ഥം എന്ത് കാര്യമുള്ളത്? എന്നാൽ പിന്നെ നിങ്ങൾ വോട്ട് ചെയ്യാനേ പോകണ്ട. ജനാധിപത്യം എന്ന് പറയുന്ന ഒരു പൊട്ടത്തരമാണെങ്കിൽ അത് വേണ്ടാന്ന് വെക്കില്ല. ഇതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണം, വളരെ കാര്യമായിട്ട് ആലോചിക്കുക. ഇത് മറ്റാരുടെയും കാര്യമല്ല, നമ്മുടെ നാട്ടിലെ കാര്യമാണ്, നമ്മുടെ കുട്ടികളുടെ കാര്യമാണ്, നമ്മുടെ നാടിൻ്റെ ഭാവിയുടെ കാര്യമാണ്. നിങ്ങൾ ഗൗരവമായിട്ട് എടുക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന വേദികളിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുക, ഇതിനുള്ള പരിഹാരം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. അടുത്ത എപ്പിസോഡിലേക്ക് കാണുന്നവരെ ഏവർക്കും നന്ദി, നമസ്കാരം.